ഹേയ് ഹലോ അസ്സലാമലൈക്കും എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ന്യൂഡിൽസ് ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ആട്ട വീറ്റ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് ഓയിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് നല്ലോണം യോജിച്ച ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നമ്മുടെ ആ ഒരു മിക്സ് ആവുന്ന ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അത്രയും നേരം ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമ്മൾ തുറന്നതിന് ശേഷം നമ്മൾ ആ മാവ് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ടുണ്ടാവും മാവ്. ഇനി നമുക്ക് ഈ മാവെടുത്തിട്ട് ഇടിയപ്പത്തിൻ്റെ അച്ച്, കുറച്ചും കൂടെ വലിയ ഹോളുള്ള അച്ചാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് എണ്ണ ഞാൻ ഇടിയപ്പത്തിൻ്റെ അച്ചിൻ്റെ ഉള്ളിൽ തടവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മാവ് മൊത്തം ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് നിറയ്ക്കണം. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന നൂഡിൽസ് നല്ല ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നൂഡിൽസാണ്. ഇനി ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഓയിലും കൂടി നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ വെള്ളം നല്ല പോലെ തിളച്ചതിന് ശേഷം ഈ അച്ചിൽ നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പോലെ അച്ചിന്ന് ന്യൂഡിൽസ് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ഓവറായിട്ട് ഇട്ട് കൊടുത്താലും നൂഡിൽസ് ചിലപ്പോൾ കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഞാനൊരു കത്രിക വെച്ച് കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് നമ്മൾ നൂഡിൽസ് നല്ലോണം വേവിക്കണം. അതിനുശേഷം നല്ല ഐസ് വാട്ടറിലേക്ക് നമ്മൾ ഈ നൂഡിൽസ് ഡയറക്റ്റ് തന്നെ എടുത്തിടുക. അതിനുശേഷം അത് നമ്മൾ നൂഡിൽസ് വെള്ളം വാർന്ന് വീഴാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ് പാത്രത്തിലേക്ക് മാറ്റുക. ഇനി നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് സവാള, തക്കാളി, ക്യാരറ്റ് ഞാൻ അതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാനൊരു പാനിലേക്ക് കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ കുട്ടികൾക്ക് കഴിക്കാൻ പാകത്തിനും കൂടെ ആയിട്ട് ഒരുപാട് മസാലയൊന്നും ഇല്ലാതെ ചെറുതായിട്ടൊരു മസാലയൊക്കെ ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സവാള ബട്ടറിലേക്ക് ഇട്ട് നല്ലോണം വഴച്ചതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. അത് വീഡിയോ മിസ്സായതുകൊണ്ട് കാണിക്കാത്തതാണ്. പിന്നെ കുറച്ച് ക്യാരറ്റ്, സവാള, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാനിപ്പോൾ ഇടുന്നത് നൂഡിൽസ് മസാലയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നൂഡിൽസ് വെള്ളമൊക്കെ വാർന്ന് പോയിട്ടുണ്ട്. നല്ല ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മൾ നമ്മുടെ മസാലയിലേക്ക് ഇങ്ങോട്ട് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്നതിലും നല്ല ഹെൽത്തി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്തിടാം. ഇത് ഇവക്കുട്ടിക്കായതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ടാണ് മസാലയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ നല്ല അടിപൊളി സാധനമാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കുക, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണും വരെ താങ്ക് യു. ബൈ.